1909 നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹാർലാൻഡ് ആൻഡ് വോൾഫ് ഷിപ്പ്യാർഡിൽ RMS ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 882 അടി നീളവും 92 അടി വീതിയുമായിരുന്നു ടൈറ്റാനിക്കിനുണ്ടായിരുന്നത്. 1911 മെയ് 31 നിർമ്മാണം പൂർത്തിയായ ടൈറ്റാനിക് ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉള്ളതിനേക്കാൾ സൗകര്യങ്ങൾ ടൈറ്റാനിക്കിലുണ്ടായിരുന്നു. എല്ലാ ലക്ഷറിയുമുള്ള 9 ഡെക്കുകൾ, പാരീസിലെ ഓപ്പറ ഹൗസ് നിർമ്മിതിയിൽ നിന്നും ഇൻസ്പയർഡായി നിർമ്മിച്ച ഒരു മനോഹരമായ സ്റ്റെയർ കേസ്, സ്വിമ്മിംഗ് പൂൾ, ജിം, മനോഹരമായ കുളിമുറികൾ, ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് അവരുടെ പെറ്റ്സിനെ എല്ലാം നോക്കുവാൻ വേണ്ടി ഡോഗ്സ് കെന്നൽ, സ്ക്വാഷ് കളിക്കാനായിട്ടുള്ള കോർട്ട്, ഇൻഡോർ ടെന്നീസ് കോർട്ട്, വളരെ ഫേമസ് ആയ ഗ്രാൻഡ് ഡൈനിങ് സലൂൺ പോലെ കഫേകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ധാരാളം. ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തുടങ്ങുന്നത് 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കായിരുന്നു ആദ്യത്തെ യാത്ര. യാത്ര തുടങ്ങിയ ശേഷം ഫ്രാൻസിലെ ഷെർബർഗിലും അയർലാൻഡിലെ ക്വീൻസ്ലാൻഡിലും ഓരോ സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. 3500ഓളം പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പലിൽ ആ യാത്രയിൽ ക്രൂ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് 2200 പേരായിരുന്നു. സമൂഹത്തിലെ ഉന്നതരായ ധനികരും രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമൊക്കെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത്.